അപ്പൊ നമ്മളോട് വായിച്ചത് ക്രിസ്തുവിന്റെ കൃപയാ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത് അത്ര. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, പൗലോസിനും കൂടെ ഉള്ളതിലും ഗലാത്യ വിശ്വാസികളായിരിക്കുന്നവരോട് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷത്തിന് എതിരായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷം അവിടെ പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ എന്താണ് വേറൊരു സുവിശേഷത്തെ കുറിച്ചും അല്ലെങ്കിൽ അതിന് താഴെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നതിലൊക്കെ ആൾക്കാർക്ക് വളരെ സന്തോഷമോ എന്താണെന്നറിയാമോ? അതിന്റെ താഴത്തെ വാക്യം എങ്ങനെ വായിക്കുന്നത്? എന്നാൽ അതിന്റെ എട്ടാം വാക്യം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന്റെ വിപരീതമായി ഞങ്ങളാവട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാവട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ വാക്യം ഉണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷത്തിൽ വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാവട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടു. ഈ വാക്യം ഇന്നത്തെ സഭകളിലുണ്ടായിരിക്കുന്ന എല്ലാ സഭകളിലുണ്ടായിരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട വാക്യമാണ്. എന്താ കാരണം അറിയാം? അവരും പറയും ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും ആ പറഞ്ഞ ദൂതൻ ശമിക്കപ്പെട്ടെന്ന് പറയും. ഇവിടെ യാക്കോബായ വിശ്വാസത്തിലുള്ളവർ എത്ര കാര്യം എനിക്കറിയില്ല. ഞാനിത് യാക്കോബായക്കാരനായിരുന്നു പണ്ട്, ഇവിടെ 35 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെ ഒരു പാട്ടും അപ്പൊ അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഒഴിച്ച് വേറെ ഒരുത്തൻ വന്ന് ഈ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചാൽ, വേറെ ഒരുത്തൻ വേറെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ സുവിശേഷം പറഞ്ഞവർ ഏൽക്കും സഭയുടെ ശാപം. സഭയുടെ ശാപം അവര് പറയും ഞങ്ങൾ പറയുന്നതല്ല അപ്പൊ സുവിശേഷം. അതിന് വിരുദ്ധമായിട്ട് പറയുന്നതായിരിക്കുന്ന സുവിശേഷം പറയുന്നവർ ആരാണെങ്കിലും ശാപം ഏൽക്കും. അത് സ്വർഗത്തിൽ കുറിച്ച് ദൂതനായാലും എന്ന് പറഞ്ഞാൽ ശാപം ഏൽക്കും. അപ്പൊ ഇവിടെ എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഗലാത്യ പുസ്തകം എഴുതിയത് പൗലോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവും. അപ്പൊ പൗലോസല്ലേ ഈ കാര്യം പറയുന്നത്? എന്താ പറയുന്നത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് വേറൊരു സുവിശേഷം ഞങ്ങൾ തന്നെ ആകട്ടെ ഒരു ദിവസം തിരിഞ്ഞ് ഞങ്ങൾ തന്നെ മനസ്സിൽ പറയുകയാവട്ടെ. അതല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ, ദൈവം അയച്ചിട്ട് ഒരു ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പൗലോസ് പറയുകയാണ്. ആ സുവിശേഷത്തെ അല്ലെങ്കിൽ പൗലോസിന്റെ കൂടെ ഉള്ളവരുമായിരിക്കുന്ന ദൈവദാസന്മാര് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിരിക്കുന്ന സുവിശേഷം ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെടുന്നവരെ. അതിനെയാണ് ബൈബിളില് വേറൊരു സുവിശേഷം എന്ന് പൗലോസ് പറഞ്ഞത്. അത് വേറൊരു സുവിശേഷം. എന്നിട്ട് പൗലോസ് പറയാണ് അത് വേറൊരു സുവിശേഷം ഒന്നല്ല, ഇവർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിഞ്ഞു കൊള്ളാൻ ഇരിച്ചിരിക്കുന്നത് എന്നത്രേ. അപ്പൊ പൗലോസ് കൂടെ പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്താ? ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായിരിക്കുന്ന വേറൊരു സുവിശേഷം ഈ ഗലാത്യയിലുള്ളായിരിക്കുന്ന വിശ്വാസികളെ ആരൊക്കെയോ വന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് ഇവരെ മറിച്ച് കളയാനായിട്ട് ശ്രമിച്ചു. ആ മറിച്ച് കളയാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിച്ചിട്ട് നിങ്ങൾ ആ സുവിശേഷത്തെ വിട്ട് എങ്ങനെ മറിച്ച് പോയത് ആശ്ചര്യമാണ്. നിങ്ങൾ വേറൊരു സുവിശേഷത്തിന്റെ കീഴിൽ ആയിപ്പോയത് ആശ്ചര്യമാണ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആരെയും സുവിശേഷം പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവരെന്നാ ബൈബിളിൽ, അല്ലെ? അങ്ങനെയല്ലേ ബൈബിളിൽ? അല്ലാതെ 12 അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം, യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം, ഇതൊന്നും ഇവിടുത്തെ പരാമർശമല്ല, ഇവിടുത്തെ വിഷയമേ അല്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല. ഇതിനു മുമ്പ് എന്തെങ്കിലും സുവിശേഷം ആരെങ്കിലും പറഞ്ഞു ആരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല.
ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസും പൗലോസിനോട് കൂടെയുള്ളവരും പറഞ്ഞുവരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് പറയുന്നത് ആരോ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ പൗലോസിനെ ഇത്ര തറപ്പിച്ച് പറയണമെങ്കിൽ നോക്കി ആലോചിച്ച് നോക്കിയേ, പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തെ കുറിച്ച് പൗലോസിന് എത്രമാത്രം വ്യക്തതയുണ്ട്, എത്രമാത്രം ഉറപ്പുണ്ട്, എത്രമാത്രം അടിയുറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആരെന്ത് സുവിശേഷം പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവെന്ന് പറഞ്ഞു. ഈ ഗലാത്യ സഭയിൽ വന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച, വിശ്വാസികളെ മറച്ചു കളഞ്ഞതായിരിക്കുന്ന ആ വേറൊരു സുവിശേഷം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേറൊരു സുവിശേഷം എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കണം. പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താ പഠിക്കുന്നത് അല്ലെ? പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് പഠിച്ചാലല്ലേ ഈ വേറെ സുവിശേഷം എന്താണെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. എന്താ പൗലോസ് പറഞ്ഞ സുവിശേഷം? പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താ? പൗലോസ് പറഞ്ഞായിരിക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് പറഞ്ഞിട്ടുണ്ട് യഹൂദന്മാർ അടയാളം പ്രവർത്തിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ദൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രത്യേകിക്കുന്നു. ദൂഷിക്കപ്പെട്ട ക്രിസ്തു ഇതാന്ന് രാവും പകലും ഞങ്ങൾ പറയുന്നത്. ദൂഷിക്കപ്പെട്ട ക്രിസ്തു എന്ന സുവിശേഷം അല്ലാതെ മറ്റൊന്നും ലോകത്തിൽ ആരെയും രക്ഷിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. പൗലോസ് ആ പറയുന്ന വാക്യം നമുക്കറിയാലോ. ഒന്ന് കൊരിന്ത്യലേഖനം 1:22 മുതൽ 24 വരെയുള്ള വാക്യമാണ്. നമുക്ക് ആ വേദഭാഗം എടുത്ത് വായിക്കാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് മോക്ഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ആയ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ പ്രത്യേകിക്കുന്നു. അപ്പൊ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആര് എന്ത് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടതെന്നല്ലേ പറഞ്ഞേ? അതിനെയല്ലേ വേറെ സുവിശേഷം എന്ന് പറഞ്ഞു അല്ലെ? ആർക്കും തെരുതാനില്ലല്ലോ. ഇനി അതേ 6 ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വയ്ക്കുകയും 2-ാം അധ്യായത്തിലെ അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എന്ന് പറഞ്ഞാൽ കണ്ടോ? ഒരുപാട് അറിവുകളുണ്ട്. പണ്ടിരുന്ന പൗലോസ് എത്ര ഭാഷകൾ കൈകാര്യം ചെയ്യും. ന്യായപ്രമാണത്തിൽ അന്യനാണ്. ഒരുപാട് ജ്ഞാനമുള്ളതായിരിക്കുന്ന, പാണ്ഡിത്യമുണ്ടായിരിക്കുന്ന, ഗമാലിയലിന്റെ കാൽപാദത്തിൽ നിന്ന് അധ്യാപനം നടത്തിയായിരിക്കുന്ന യഹൂദ റബ്ബിമാരുടെ ആ കാലത്തെ ഏറ്റവും വലിയ തലവനാകാൻ യോഗ്യനായിരിക്കുന്ന, അത്രത്തോളം ന്യായപ്രമാണത്തിൽ ജ്ഞാനമുള്ളവനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പൗലോസ്. എന്നാൽ പൗലോസ് പറയുകയാണ് ഇവിടെ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒഴികെ പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ അറിയൂ, ഞങ്ങൾക്ക് ലോകത്തോട് പറയാൻ ഒന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു. അപ്പൊ പൗലോസ് പറയുന്ന സുവിശേഷം എന്താണ്? നമുക്കറിയാമല്ലേ? ക്രൂശിൽ മരിച്ച, കാൽവരി ക്രൂശിൽ മരിച്ചായിരിക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവാണ് പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്ന് നമുക്കറിയാം. ഈ സുവിശേഷം എന്താണെന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതേ 1 ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പൗലോസ് പറയുന്ന സുവിശേഷം എന്താണെന്ന് നിരക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? അതിന്റെ 15-ാം അധ്യായത്തിൽ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും എന്താ പൗലോസിന്റെ സുവിശേഷം? ഞാൻ നിങ്ങളോട് സുവിശേഷിച്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാപരത്തിന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ. അപ്പൊ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ടുള്ളതായിരിക്കുന്ന വാതിൽ തുറന്നതായിരിക്കുന്ന സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കേട്ടത്, നിങ്ങൾ പഠിച്ചത്, അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്ന് പറഞ്ഞിട്ട് ആ സുവിശേഷം വിശദീകരിക്കുക. എന്താന്ന് പറഞ്ഞാൽ, പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ താമരത്തിന് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ എഴുന്നേറ്റു. എന്ന് പറയുന്നതായിരിക്കുന്ന സുവിശേഷം നമ്മൾ മേലെ 2 വാക്യത്തിൽ വായിക്കില്ലേ?
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പിന്നെ പൗലോസ് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതായത് ഗലാത്യ സഭയിലുണ്ടായിരിക്കുന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും മനസ്സിലറിയാനുമായിട്ടാണ് പൗലോസ് പറയാത്തതായിരിക്കുന്ന വേറൊരു സുവിശേഷം ഒന്ന് പറഞ്ഞു. ഈ വേറൊരു സുവിശേഷം പറയുന്നവർ ശപിക്കപ്പെട്ടവനാണ്. ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ. ആ ദൂരനായാലും ശരി അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഞാൻ ആ വേറൊരു സുവിശേഷം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനാണ് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വന്നത്. അപ്പോൾ പൗലോസ് പറയുന്ന യഥാർത്ഥ സുവിശേഷം, ആ സുവിശേഷം ഏതാണെന്ന് മനസ്സിലായാലും ഈ വേറൊരു സുവിശേഷം ഏതാണെന്ന് തരംതിരിക്കാനായിട്ട് പറ്റുള്ളൂ. അത് തരംതിരിക്കാൻ അറിയാത്തതുകൊണ്ട് മറ്റേ ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നവരെല്ലാവരും തന്നെ അവര് പറയുന്ന യഥാർത്ഥ സൂചിക, അവര് പറയുന്ന യഥാർത്ഥ സൂചികേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഏത് കാര്യം കേട്ടാൽ അവർ പറയും ഇത് വേറെ സൂചികേട്ടം, ഈ സൂചികേട്ടം തെറ്റായ സൂചികേട്ടം എന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് തിരുവനന്തപുരത്തിൽ പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താണോ അതിന് അതിനെതിരായിരിക്കുന്ന ഒരു സുവിശേഷം ആര് പറഞ്ഞാലും അവനെ ശപിക്കപ്പെടുന്നു. അപ്പൊ പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താ? പൗലോസ് പറഞ്ഞ സുവിശേഷം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 13-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞായിരിക്കുന്ന സുവിശേഷം മുറുകെ പിടിച്ചുകൊള്ളാനാണ് നിങ്ങളോട് പറയുന്നത്. അവ പൗലോസിന് പറയാനുള്ളൂ. ഇനി സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്യം നമുക്ക് അറിയാമല്ലോ. 2 അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ പൗലോസ് പറയുന്ന സുവിശേഷം വ്യക്തമല്ലേ? എന്താ? ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തുന്നതൊക്കെ കാൽവരിയിൽ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ് പൗലോസിന്റെ സുവിശേഷം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് വേണം, ഈ ചിന്ത വെച്ചുകൊണ്ട് വേണം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിവിധമായിട്ട് വേറെ സിനിമ പറഞ്ഞാൽ എന്നുള്ള കാര്യം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അതല്ലാതെ ഈ സുവിശേഷത്തെ തള്ളി കളഞ്ഞിട്ട് പിന്നെ യേശു ക്രിസ്തു 3.5 കൊല്ലം യെരൂശലേമിനെ ജീവിച്ചിരുന്ന സമയത്ത്, ഇസ്രായേലിനെ ജീവിച്ചിരുന്ന സമയത്ത് പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശങ്ങളും 12 അപ്പോസ്തലന്മാര് പ്രസംഗിച്ചായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂട്ടിക്കുഴച്ച് അതും ഇതെല്ലാം സുവിശേഷമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് അവരാ പഠിപ്പിക്കുന്ന ഉപദേശത്തിന് നമ്മൾ കാണുന്നതിന് എതിരായിട്ട് അങ്ങനെയല്ല. പൗലോസിനോട് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന സുവിശേഷമാണ് യഥാർത്ഥമായ സുവിശേഷം. അതാണ് കൃപയുടെ സുവിശേഷം. ജാതികളായി നമുക്കുള്ള സുവിശേഷം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഉയരത്തിലേക്ക് പോയ കർത്താവ് ഉയരത്തിൽ നിന്ന് വിളിച്ച് ആ പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്തായിരിക്കുന്ന ആ സുവിശേഷമാണ് യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ കൂട്ടിക്കുറച്ച് പഠിപ്പിക്കുന്നവന്മാർ എന്ന് പറയും ഇത് വേറെ സുവിശേഷമാണ്. ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? പൗലോസ് പറഞ്ഞ വേറൊരു സുവിശേഷം എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താണോ അതിനെതിരെ പറയുന്ന സുവിശേഷമാണ്. അല്ലെങ്കിൽ അതിനെതിരായിരിക്കുന്ന ഉപദേശത്തെയാണ് ഇവിടെ സുവിശേഷം എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത്. ശരി, ഇത് പൗലോസ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഈ സുവിശേഷം പൊതുവെ പറയുന്ന സുവിശേഷം അറിയാമല്ലോ. ഇനി നമ്മള് എതിരായ സുവിശേഷം നമ്മൾ പഠിക്കാൻ പോകണം. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ ഗലാത്യ ലേഖനം തന്നെ എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന്. ഗലാത്യയിലെ സഭ ഉണ്ടായത് പൗലോസിന്റെ പ്രവർത്തനത്താൽ ആണെന്ന് നമുക്കറിയാമോ? അല്ല, പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തനത്താൽ ഗലാത്യയുടെ സഭ രൂപീകരിച്ചു. ഈ സഭ രൂപം കൊണ്ടതിന് ശേഷം പൗലോസ് ഗലാത്യയിൽ മുതലിട്ട് പോകും. വിട്ടു പോകുന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഗലാത്യയുടെ സഭയിൽ ചില നുഴഞ്ഞു കയറ്റക്കാരനായി നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരെന്ന് പറയാം. വായിച്ചിട്ടുണ്ടോ? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. എന്താണ് 2-ാം അധ്യായം ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയേ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. എന്താ അവരെ സഹോദരന്മാർ കുതിരക്കാരൻ? എന്താ സഹോദരന്മാർ കുതിരക്കാരൻ? ഒന്നുകൂടെ പറഞ്ഞു. ഈ തെറ്റായ ഉപദേശം പറഞ്ഞവരെ ഓരോന്ന് വേറൊരു ഭാഷയിൽ ഉപയോഗിക്കുന്നത് കള്ള സഹോദരന്മാർ. എന്താ കാരണം അറിയാം? ഈ യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളതായിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ, അവരുടെ മുന്നേറ്റം വരെ അവര് ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരാണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നോട് പറഞ്ഞേക്കുന്നത്. ആണ് യെരൂശലേം സഭയിലുള്ളതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളതായിരിക്കുന്ന ആളുകൾ വന്നിട്ട്
ഗലാത്യയിലെ സഭയിൽ വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞറിയാമോ? നിങ്ങള് മോശ കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞു. നിങ്ങളല്ലാതെ ഈ പൗലോസ് പറയുന്ന വാക്കുകൾ മാത്രം കേട്ടിരുന്നാലെന്നോ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ള സന്ദേശം മാത്രം കേട്ടിരുന്നാലെന്നോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കണം, നിങ്ങൾ പരിച്ഛേദന അനുസരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം പറഞ്ഞു ഗലാത്യ സഭയില്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗലാത്യന് കുറെ പേര് മറന്നുപോയി. മറന്നുപോയി കഴിഞ്ഞപ്പോ ഇവരെ അറിഞ്ഞപ്പോ പൗലോസ് ഭയങ്കര വിഷമം. കാരണം അത്ര അധ്വാനിച്ച് ഇപ്പൊ കൊണ്ടായിരിക്കുന്ന ഈ സത്യവിശ്വാസികളായിരിക്കുന്നവർ ദൈവത്തെ കുറിച്ചുള്ള സത്യത്തിൽ കേട്ടവര് ഇങ്ങനെ മറിഞ്ഞപ്പം പൗലോസിന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് പൗലോസ് ഗലാത്യർക്ക് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ലേഖനം എഴുതുന്നത്. എന്നിട്ട് പൗലോസ് ഈ ഗലാത്യ ലേഖനത്തില് താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കുക, താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുകയാണ് പറഞ്ഞത്, എന്റെ പ്രിയ ദൈവജനമേ, ഞാൻ ഈ സുവിശേഷം ഒരു മനുഷ്യനോട് കേട്ട് പഠിച്ചതല്ലാന്നോ, ഒരു മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരിക്കുന്ന സുവിശേഷം ഉണ്ടല്ലോ, അങ്ങനെ എന്റെ അബദ്ധത്തിൽ നിന്ന് വന്നതല്ല, ഞാൻ ബുദ്ധിയിൽ ചേർന്നെടുത്തുണ്ടാക്കിക്കൊണ്ടായിരിക്കുന്ന സുവിശേഷമാണ്. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് പൗലോസ് എന്ത് ചെയ്തു അറിയാമോ? വിശ്വാസത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഡെമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടെത്തിയ നാളെ മുതലുള്ളതായിരിക്കുന്ന തന്റെ ഒരു ജീവിത വൃത്താന്തം ചുരുങ്ങിയ ചില വാക്കുകളില് ഗലാത്യരെ പാർലി പഠിപ്പിക്കുകയാണ് ചെയ്തത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തന്റെ ഒരു ജീവിത വൃത്താന്തം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞ സുവിശേഷം അവഗണിക്കാനും തള്ളിക്കളയാനും വേറൊരു സുവിശേഷത്തിലേക്ക് നമ്മൾ മറഞ്ഞു കൊള്ളാനും ഞാൻ പറഞ്ഞ സുവിശേഷം എന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സുവിശേഷമല്ല, മനുഷ്യരിൽ നിന്ന് ഞാൻ പഠിച്ച സുവിശേഷമല്ല, എനിക്ക് മുൻപുള്ള അപ്പോസ്തലന്മാരുടെ പോയി പഠിച്ച സുവിശേഷമല്ല. ഇതെന്നെ സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ സഹോദരന്മാരെ, ഗലാത്യ ലേഖനം തന്നെയാട്ടോ. നിങ്ങൾ ഗലാത്യ ലേഖനം തന്നെ എന്നതായി കയ്യിൽ വെച്ചോ. ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് നിശ്ചയമായിട്ട് വചനം പറയുന്നത്. 11-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാനുഷ്യമായി വന്ന ബുദ്ധിയിൽ നിന്ന് വന്നായിരിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞ സുവിശേഷം. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഇതൊന്നും കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലേ? പൗലോസിനെ ഒരു 12 അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല സുവിശേഷം പറയാൻ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സുവിശേഷം അല്ല പൗലോസ് പറഞ്ഞ പഠിപ്പിച്ചിട്ടുമില്ല. ഞാന് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. വളരെ വ്യക്തമായിട്ട് പറയാം. എനിക്ക് സുവിശേഷം എനിക്ക് തന്ന ആരാന്നറിയാമോ? എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്റെ അടുക്കൽ വന്ന് പറഞ്ഞതാ, എന്നോട് പറഞ്ഞത്. അപ്പൊ തന്റെ ഒരു ജീവിത വൃത്താന്തം ചെറുതായിട്ട് പറയുകയാണ്. താഴേക്ക് നോക്കിയാൽ, യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം പെരുമാറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു. എന്തിനേ വൃത്താന്തം ഈ കാര്യം രക്ഷപ്പെടുന്ന ആളുകളുടെ കാര്യം പോലീസ് പറയുന്നത്? ഒന്നും കൂടെ നിങ്ങളെ റിപ്പീറ്റ് എന്തിനാ പറയുന്നത്? ഈ ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി പറയുന്ന സുവിശേഷത്തിൽ നിങ്ങൾ വീട് പോകരുത്, അങ്ങനെ വീട് പോയാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ സുവിശേഷം മാനുഷ്യമല്ല, ഞാൻ പറയുന്ന സുവിശേഷം ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാണെന്ന് തെളിയിക്കാൻ വേണ്ട ഈ ചെറിയ ക്രിസ്തു ചിത്രം വരച്ചു കാണിക്കും. അവിടെ പറയല്ല പോന്നു. എങ്കിലും എന്റെ ജന്മം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയെ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തി പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ഡെമസ്കോസിലേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഒരു ചെറിയ ചിത്രം പറയാം. ഡെമസ്കോസിൽ വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വിദ്യ പ്രകാശത്തോടുകൂടെ പൗലോസിന് പ്രത്യക്ഷമായി കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിച്ചു, നീ ആരാണ് കർത്താവ്? കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് ചോദിച്ചു, ഞാൻ എന്താ കർത്താവെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, നീ പോകാം, നീ ചിവാരിക്കുന്ന ഞാൻ നിന്നെ കാണിക്കുന്നു. അവിടെ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നീട് പൗലോസിന് വെളിപ്പാട് കൊടുത്തു, നീ ദൂരെ ജാതികളിലേക്ക് പോകാം. ഈ ജനത്തോട്, ഈ യഹൂദ ജനത്തോട് സൂചന പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല.
ഞാൻ നിന്റെ ദൂരെ ജാതികളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസിന് കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ കാര്യം എത്തിയുള്ളത്. എന്നിട്ട് പൗലോസ് ഇത് പഠിക്കാനോ, ഈ സുവിശേഷം പറയാൻ പഠിക്കാനായിട്ട് പൗലോസിന് മുമ്പേ ഉള്ള അപ്പസ്തലന്മാരിലെ 12 പേര് അല്ലെ, ആ 12 പേരത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ അവരിൽ നിന്നും പഠിച്ചിട്ടില്ല. മനുഷ്യരാരും എന്നെ ഒന്നും ഗ്രഹിച്ചു തന്നിട്ടില്ല. നോക്കിയേ, പൗലോസ് എത്ര വ്യക്തമായിട്ട് പറയുന്ന, ഞാൻ പഠിച്ചതായിരിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. ഒരു വിശ്വചിത്രം വരച്ചു കാണിക്കുക. പൗലോസ് ഈ സുവിശേഷം, ഞാൻ ഈ പറയുന്ന സുവിശേഷത്തിന്റെ വില എന്താണെന്നും അതിന്റെ മഹത്വം എന്താണെന്നും അത് മറിച്ച് കളയുന്നവൻ ശാപയോഗ്യനാണെന്നും പറയാൻ തക്കവണ്ണം കാരണമായിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. പൗലോസിന് താൻ പറയുന്ന സുവിശേഷത്തെ കുറിച്ച് അത്രമാത്രം വ്യക്തമായിരിക്കുന്ന ഉറപ്പും ദൃഢതയുള്ളതുകൊണ്ടാണ് പൗലോസ് ഇത്രമാത്രം കാര്യങ്ങൾ ശക്തമായിട്ട് പറയുന്നത്. അതിനുവേണ്ടി ഇത് ഈ ലേഖനം തന്നെ എഴുതിയിരിക്കുന്നത്. കാരണം തെറ്റായ ദുരുപദേശം വന്ന യെരുശലേമിലെ സഭയിൽ പഠിപ്പിച്ചവർക്കെതിരെ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയാം, ഞാൻ 3 ആണ്ട് കഴിഞ്ഞിട്ട് രേഖവുമായി മുൻവലിയും ആശയം ഞാൻ യെരുശലേമിലേക്ക് പോയി. ഞാൻ അവരോട് കൂടെ 14 ദിവസം താമസിച്ചു. ആരുടെ കൂടെ? പത്രോസിനോട് കൂടെ. എന്നാൽ കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അല്ലാതെ ഞാൻ വേറെ ആരെയും അവിടെ കണ്ടില്ല. ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, അവിടെ കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പൗലോസ് എന്ത് ചെയ്തു? അത്രയും അവിടെ താമസിച്ചു. അത് പത്രോസിൽ നിന്ന് കേൾക്കാനോ പഠിക്കാനോ സുവിശേഷം അറിയാനോ, ഞാൻ എന്ത് സുവിശേഷം പറയുന്നത് അറിയാനൊന്നും അല്ല പത്രോസിന്റെ ഇടയിലേക്ക് പോയത്. മുഖത്തേക്ക് പോകാനായിട്ട് പോയതാ. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയാണ്, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയാണ്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എതിർത്ത് പോയി. ഞാൻ യെരുശലേമിലേക്ക് പോയി. എന്നിട്ട് പൗലോസ് പറയാ, ഞാൻ പോയതേ വെറുതെ അല്ല, ഞാൻ ഒരു വെളിപ്പാടനുസരിച്ച് അത്ര പോയത്. എന്ത് വെളിപ്പാട്? ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതെന്ന്, ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതാണെന്ന് അവരെ ധരിപ്പിക്കാൻ. ആരെ? 12 അപ്പോസ്തലന്മാരെ ധരിപ്പിക്കാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ചോദിക്കട്ടെ, 12 അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷവും പൗലോസ് പറയുന്ന സുവിശേഷവും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ പൗലോസ് ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതാണെന്ന് ധരിപ്പിക്കാൻ യെരുശലേമിലേക്ക് പോയത്? എന്തിനാ പോയത്? ആ യെരുശലേമിലെ 12 അപ്പോസ്തലന്മാർ പറയുന്ന സുവിശേഷം പൗലോസ് പറയുന്ന സുവിശേഷം ഒന്നാണ് ഈ പറയാൻ കൊണ്ടാണ്. അങ്ങനെ തന്നെ എഴുതിയിരുന്നത്. നാം വായിച്ചു നോക്കിയ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം നോക്കിയേ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ജാതിയോട് പറയുന്ന സുവിശേഷം ഇന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൗലോസ് നീ ഒരു കാര്യം ചെയ്യും. ആരെയും പറയുന്നു? 12 അപ്പോസ്തലന്മാര് പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, ജാതികളുടെ ഇടയിൽ പോയി നീ സുവിശേഷം പറഞ്ഞു കൊടുത്തു. നീ ജാതികളുടെ ഇടയിലേക്ക് പോയി കൊടുത്തു. ഞങ്ങളുടെ യഹൂദന്മാരുടെ ഇടയിൽ പറയാൻ നിന്ന് പറഞ്ഞ് ഒരു പിണക്കവുമില്ല, ഒരു സംരക്ഷണത്തില്ല. അവര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് കൂട്ടായ്മയുടെ വലങ്കയും കൊടുത്തു എന്ന് പറയുന്നു. ആർക്ക്? പൗലോസിനും കൂട്ടായ്മയുടെ വലങ്കയും കൊടുത്തു എന്ന് പറയുന്നു. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞറിയാമോ? വളരെ വ്യക്തമായ നിശ്ചയമുണ്ട്. താൻ പറയുന്ന സുവിശേഷത്തിലോട് ഇനി ആർക്കും കൂട്ടാനും കുറയ്ക്കാനും പാടില്ലാതെ വണ്ണം അത് സ്വർഗത്തിലെ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന സന്ദേശമാണ്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പൗലോസ് ഈ ഗലാത്യ സഭയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗലാത്യ സഭയിലെ യെരുശലേമിൽ നിന്ന് വന്നായിരിക്കുന്ന സഹോദരന്മാർ അവര് വന്നിട്ട് ഇവരോട് പറഞ്ഞു, അതൊന്നും പോരാ, നിങ്ങൾ പരിച്ഛേദനയാക്കണം. പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിച്ഛേദന മാത്രമല്ല, ന്യായപ്രമാണം അനുസരിക്കണം. ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാതെ, വേദന സഹിക്കാൻ പറ്റാതെയാ പറഞ്ഞത്, ഈ വേറൊരു സുവിശേഷത്തിൽ നിങ്ങൾ മറിഞ്ഞു പോകുന്നല്ലോ, അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. ഒരു സംശയമില്ല, പൗലോസിന് അത്രമാത്രം ദൃഢനിശ്ചയമാണ് താൻ പറയുന്ന സുവിശേഷത്തെക്കുറിച്ച്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ മറിച്ച് കളയുന്നവരാരായാലും ശരി, അവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ നന്നായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ 5-ാം അധ്യായത്തിൽ, ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ ഈ ദുരുപദേശം പറഞ്ഞ് മറിച്ച് കളയുന്നവർ ആരായാലും അംഗച്ഛേദം ചെയ്താൽ കൊള്ളാം. ഏതാ അംഗച്ഛേദം ചെയ്യണ്ടേ? ഇവരെ കയ്യോ കാലോ മുറിച്ചാൽ മതിയോ? ഇവരെ തിരിച്ചു കളയുന്ന എന്ത് പറഞ്ഞാൽ? തെറ്റായ ഉപദേശം പറഞ്ഞല്ലേ? അംഗച്ഛേദം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവ് മുറിച്ച് കളഞ്ഞാൽ കൊള്ളാമെന്ന്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കുന്ന ഇവര് അവരുടെ നാവ് മുറിച്ച് കളയുന്ന അതിനേക്കാൾ നല്ലതെന്ന്. യെരുശലേമിലെ സഭയിലുള്ളവരായിരിക്കുന്നവരെല്ലാവരും തന്നെ
കർത്താവായി യേശു ക്രിസ്തു 3.5 വർഷം എന്ത് സുവിശേഷമാണോ പറഞ്ഞത്, ആ സുവിശേഷത്തിന്റെ വക്താക്കളാണ്. ആ സുവിശേഷം പറയാൻ പരമേൽപ്പിക്കപ്പെട്ടവരാണ്. അവര് ചെയ്യുന്നതൊക്കെയും കർത്താവായി യേശു ക്രിസ്തു അവരെ പരമേൽപ്പിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുപദേശിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വേദഭാഗമല്ലേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വായിച്ച ഈ 2-ാം അധ്യായമുണ്ട്. ഈ 2-ാം അധ്യായത്തിലെ സന്ദർഭം അപ്പോസ്തലപ്രവൃത്തിയിൽ എവിടെ എഴുതിയേക്കുന്നത് അറിയാമോ? എവിടെ എഴുതിയേക്കുന്നത് അറിയാമോ? അതായത് 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ പോയത് ഒരു വെളിപ്പാട് അനുസരിച്ചാണെന്ന് പറയുന്ന ഈ സന്ദർഭം എവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി, നിങ്ങളെടുത്ത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം. അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യെരൂശലേമിലെ സഭയുടെ ഉപദേശം എന്താണ് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാവും. ഈ പോയ പോക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഗലാത്യ സഭയോട് ഇത് പറയുന്നത് ഈ 14 വർഷം എന്ന് പറഞ്ഞാൽ 14 3 17 വർഷം. ഈ പൗലോസ് രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 17 വർഷം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരുമായിട്ട് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് പറയാനുണ്ടായ കാരണം എന്താ? ഗലാത്യ സഭയോട് പറയാനുണ്ടായ കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഗലാത്യയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു, ന്യായപ്രമാണം അനുസരിക്കണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഇതാണ് കാരണം. ഇത് പറയാനായിട്ട് യെരൂശലേമിലേക്ക് പോയ സന്ദർഭം എവിടുന്ന പോയെന്നറിയാമോ? അന്ത്യോക്യയിലെ സഭയിൽ നിന്നാണ്. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് സിറിയയിലെ അന്ത്യോക്യയെക്കുറിച്ച് അറിയാമോ? സിറിയയിലെ അന്ത്യോക്യയിലാണ് പൗലോസ് കുറേ കാലം മാനസാന്തരത്തിന് ശേഷം ശുശ്രൂഷ ചെയ്ത സ്ഥലം. മനസ്സിലായോ? സിറിയയിലെ അന്ത്യോക്യയിൽ. ഈ അന്ത്യോക്യയിൽ നിന്നാണ് പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞ് മിഷണറി യാത്രയ്ക്ക് അയക്കുന്നത്. ഒന്നാം മിഷണറി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണേ, ശ്രദ്ധിക്കണം. ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് പൗലോസും ബർന്നബാസും ഈ അന്ത്യോക്യ സഭയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു പറയാം? അന്ത്യോക്യ സഭയിൽ ഇതേ യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളായിരിക്കുന്ന ആളുകൾ അവര് ഈ അന്ത്യോക്യ സഭയിൽ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി. എന്ത് പ്രശ്നമുണ്ടാക്കി? ഈ ഗലാത്യ സഭയിൽ എന്താണോ പറഞ്ഞത് അതേ കാര്യം അന്ത്യോക്യ സഭയിലും ചെന്ന് പറഞ്ഞു. നിങ്ങൾ പൗലോസും ബർന്നബാസും പറയുന്ന ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാത്രം വിശ്വസിച്ചിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? ന്യായപ്രമാണം കൂടെ ചെയ്യണം, നിങ്ങൾ പരിച്ഛേദനം കൂടെ അയക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം പൗലോസിനും ബർന്നബാസിനും അത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ത്യോക്യ സഭയിൽ ചെന്ന് അവർ മറച്ചു കളഞ്ഞില്ലേ? ഇവരെല്ലായിടത്തും ചെന്ന് മറയ്ക്കുന്നുണ്ടെന്ന്. യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ള വിശ്വാസികളെ ഈ തെറ്റായ ദുരുപദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നത്. എന്തിനാ അവരങ്ങനെ പറയുന്നത്? അവർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പറയുന്നതാണോ? യെരൂശലേമിലെ സഭയിലുള്ള ഒരു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പറയുന്നതാണോ? അല്ല. അവർക്കുള്ളതായിരിക്കുന്ന സന്ദേശം ഇതാ. ഏതാ? ന്യായപ്രമാണം ഫോളോ ചെയ്യുക, ഒപ്പം യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുക. 12 അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന അതാണെന്നേ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ അവിടുത്തെ വിശ്വാസികളായിരിക്കുന്ന യെരൂശലേമിലെ സഭയിലെ വിശ്വാസികളായിരിക്കുന്നവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നുണ്ട്, ഒപ്പം തന്നെ അവർ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ വിചാരിക്കുന്നത് എന്തറിയാവോ? ഇതാ സത്യം. കാരണം ന്യായപ്രമാണത്തോട് കൂടെ എന്ത് ചെയ്യണം? യേശുവിനെ അംഗീകരിക്കുക, ഇതാണ് സുവിശേഷം എന്നവർ വിചാരിച്ചു. ഇന്നത്തെ ക്രിസ്തീയ ലോകം വിശ്വസിച്ചതുപോലെ തന്നെ ഇന്നത്തെ ക്രിസ്തീയ ലോകം ന്യായപ്രമാണത്തിൻ്റെ തത്വങ്ങളൊന്നും അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പരിച്ഛേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം 12 അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് നമ്മുടെ ഉപദേശമെന്നും പറയും. യേശുക്രിസ്തു പഠിപ്പിച്ച 3.5 വർഷത്തെ ഉപദേശമാണ് നമ്മുടെ ഉപദേശമെന്നും പറയും. യേശുക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താ പഠിപ്പിച്ചത്? ന്യായപ്രമാണം പഠിപ്പിച്ചത്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പനത്രയും വന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നത് നല്ലതെന്ന് പറഞ്ഞു. ആകയാൽ ഈ ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ഈ ചെറിയ കൽപ്പനകളിലൊന്ന് അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ന്യായപ്രമാണം ആകാശവും ഭൂമി ഉള്ളിടത്തോളം നീ പോവുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്. അതുകൊണ്ട് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിയോഗം എന്താണെന്നറിയാമോ? നിയോഗം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കാൻ തന്നെയാണ് കൊടുത്തത്. എന്താ കർത്താവ് പഠിപ്പിച്ചത്? കർത്താവ് കൽപ്പിച്ചത് എന്താ? ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം ഫോളോ ചെയ്യാനാണ് 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ഈ 12 അപ്പോസ്തലന്മാർ യെരൂശലേമിൽ വന്നിട്ട് അത് തന്നെയാണ് പഠിപ്പിച്ചതും. കാരണം യെരൂശലേമിലെ സഭ എന്ന് പറഞ്ഞാൽ 1000 10,000ങ്ങളുണ്ട്.
ഇവരൊക്കെ ന്യായപ്രമാണ തൽപരന്മാരായിരുന്നു. ഇവരെല്ലാം ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരായിരുന്നു. ഞാൻ അത് ഇന്നാൾ വായിച്ച് കേൾപ്പിച്ചില്ലേ? അപ്പോൾ സുഹൃത്ത് 21 അധ്യായത്തിൻ്റെ 20 വാക്യം മുതൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ? അവരെല്ലാവരും ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരാ. അത് തെറ്റാണോ? അല്ല, തെറ്റല്ല. അത് അവർക്കുള്ളായിരിക്കുന്ന ഉപദേശമാണെന്നേ. അവരത് ചെയ്യണം. ദൈവത്തിന് 2 പ്രോഗ്രാമുണ്ട്. ഒന്ന് യഹൂദൻ എന്ന പ്രോഗ്രാമും ഒന്ന് ഇന്നത്തെ കൃപായുഗത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമും. ഈ യഹൂദൻ എന്ന പ്രോഗ്രാമിൽ അവർ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ മശീഹായിട്ട് അംഗീകരിക്കുകയും കൂടെ ന്യായപ്രമാണം ഫോളോ ചെയ്യുകയും ചെയ്യണം. അപ്പം അത് പഠിച്ചതായിരിക്കുന്ന യെരുശലേമിലെ സഭ എന്ത് ചെയ്തെന്നറിയാമോ? യെരുശലേമിലെ സഭയിലുള്ളായിരിക്കുന്ന ഇവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ ചെന്നിട്ട് പൗലോസ് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന കൂട്ടങ്ങളുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇവർ പറഞ്ഞു, സംഭവമൊക്കെ ശരിയാ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, പക്ഷേ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒപ്പം എന്ത് ചെയ്യണം? ന്യായപ്രമാണം കൂടെ അനുസരിക്കണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനെയാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഈ ന്യായപ്രമാണം കൂടെ കൂട്ടിക്കലർത്തി ചെയ്യണമെന്ന് പറഞ്ഞവൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞത്. അത് ദൂതനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഇനി ഞങ്ങൾ തന്നെ അങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പോലും ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അത്ര വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അങ്ങനെ നിങ്ങളെ മറിച്ച് കളയുന്നവർ നിങ്ങളെ ഉപദേശിക്കുന്ന ആ നാവ് മുറിച്ച് കളയുക അതിന് നല്ലത്, അംഗച്ഛേദം ചെയ്തു കൊള്ളുന്ന അത്ര അതിലേക്ക് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് എത്രമാത്രം ഉറപ്പുള്ളവനാണ് പൗലോസ്. എന്നിട്ട് ആ കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് അത്ര പ്രാപിച്ചതെന്ന് പറഞ്ഞ്. എന്നിട്ട് ഈ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നല്ലോ. ഈ പറയുന്നതായിരിക്കുന്ന ഗലാത്യ സഭയിലെ 2-ാം അധ്യായത്തിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ അന്ത്യോക്യയിലെ സഭയിലെ വിശ്വാസികളെ ഇതേ ആളുകൾ വന്ന് ന്യായപ്രമാണം അനുസരിക്കണമെന്ന് മറച്ചു കളഞ്ഞതുകൊണ്ട് സഹിക്കാൻ പറ്റാങ്ങട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യെരുശലേമിലേക്ക് ഈ 14 ആണ്ട് കഴിഞ്ഞ് പോയത്. പൗലോസും ബർന്നബാസും കൂടെ പോയത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. 12 അപ്പോസ്തലന്മാരുടെ നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നവർ ഇങ്ങനെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പോയത്. ഇവരവിടെ മാത്രമാണോ പ്രശ്നം ഉണ്ടാക്കിയത്? ഗലാത്യ സഭയിലും അന്ത്യോക്യ സഭയിലും മാത്രമാണോ ഈ യെരുശലേമിലെ സഭയിലുള്ള വിശ്വാസികൾ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല, അവര് നിങ്ങൾക്കറിയാമോ, കൊരിന്ത് സഭയിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. കൊരിന്ത് സഭയിലും അവർ അതേ പ്രശ്നം ഉണ്ടാക്കി. കൊരിന്തിൽ പോയിട്ട് പറഞ്ഞു, യഹൂദന്മാർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും വിശ്വസിച്ചാൽ പോരാ, നിങ്ങൾ ന്യായപ്രമാണം കൂടെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊരിന്ത് സഭയിൽ ഭിന്നപക്ഷങ്ങളുണ്ടായത്. ഒരുത്തൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. ഒരുത്തൻ പറഞ്ഞു, അല്ല ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ. ഒരുത്തൻ പറഞ്ഞു, അല്ല ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ. മറ്റൊരുത്തൻ പറഞ്ഞു, അല്ല ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ. നോക്കിയാൽ അവിടെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താ? അവരോടൊക്കെ പൗലോസിന് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള ഈ ഗലാത്യ ലേഖനമാണ് അതിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്ന ലേഖനം. ബാക്കി പല ലേഖനങ്ങളിലും ഇത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഈ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശം 12 അപ്പോസ്തലന്മാർ യെരുശലേമിൽ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഉപദേശം പൗലോസിൻ്റെ സഭയിൽ വന്ന് കൂട്ടിക്കലർത്തിയതിനെയാണ് പൗലോസ് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും താല്പര്യമായിട്ട് പറയുന്നത്. കർത്താവായി യേശു ക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്. 12 അപ്പോസ്തലന്മാരോട് ചെയ്യാൻ കൽപ്പിച്ചതും അതുതന്നെയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കാനാണ് കൽപ്പന കൊടുത്തത്. അതാണ് അന്ത്യനിയോഗം. അവർ പഠിപ്പിച്ചതാ. യെരുശലേമിലെ സഭ പാലിച്ചത് ന്യായപ്രമാണമാണ്. അതുകൊണ്ട് തന്നെ യെരുശലേമിലെ സഭയിലുള്ളവരായിരിക്കുന്നവർ ഈ പറയുന്നതായിരിക്കുന്ന ഗലാത്യ സഭയിലാകട്ടെ, അന്ത്യോക്യ സഭയിലാകട്ടെ, കൊരിന്ത്യ സഭയിലാകട്ടെ ഇവരൊക്കെ വന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ പൗലോസ് പറയുന്നത് കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഈ ബർന്നബാസ് പറയുന്നതും പൗലോസ് പറയുന്നതും കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണം ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരെ മറച്ചു കളഞ്ഞപ്പോഴാണ് പൗലോസിന് സഹിക്കാൻ പറ്റാതെ ഈ ലേഖനം എഴുതുന്നത്. അപ്പം ഞാനിവിടെ വായിച്ച വേദഭാഗം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഈ അന്ത്യോക്യയിലെ സഭയിലും ഇതുപോലെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് നേരെ യെരുശലേമിലേക്ക് ഒന്നാം യെരുശലേം കൗൺസിൽ കൂടിയത് അതിനു വേണ്ടിയിട്ടാണ്. നോക്കിയാൽ നിങ്ങൾ ആ 15-ാം അധ്യായത്തിൻ്റെ എല്ലാ വാക്യം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ അന്ത്യോക്യയിലെ സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതികളെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു.
യെരൂശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ആരെ കൈക്കൊണ്ടു? പൗലോസിനെയും ബർന്നബാസിനെയും കൈക്കൊണ്ടു. ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും പൗലോസും ബർന്നബാസും അവരോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ അടുത്ത പോയിന്റ് നിങ്ങൾ വയ്ക്കുക. എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റു അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഈ സംഗതികളെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, താഴേക്ക് ഞാൻ വായിക്കുന്നില്ല, നമ്മുടെ സമയം പോകും. കാര്യം മനസ്സിലായോ എന്താന്ന്? അന്ത്യോക്യയിലെ സഭയിൽ വന്ന് തെറ്റിദ്ധരിപ്പിച്ചവരായിരിക്കുന്ന ആ തെറ്റിദ്ധാരണയെ ഗലാത്യ സഭയിലുള്ള അതേ പ്രശ്നം അത് പരിഹരിക്കാനായിട്ട് യെരൂശലേമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പരീശന്മാർ വീണ്ടും എഴുന്നേറ്റു. ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തു വിശ്വാസികളാണെന്നേ. പരീശന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്ത പുറമെയുള്ള യഹൂദന്മാരെന്നോ? അല്ല, അവരാരും പുറമെയുള്ള യഹൂദന്മാരല്ല. അവരെല്ലാം 12 അപ്പോസ്തലന്മാരുടെ കീഴിൽ യെരൂശലേമിലെ സഭയിൽ ഒന്നിച്ചു കൂടി വരുന്ന ആളുകളാണ്. ഈ പരീശന്മാർ എഴുന്നേറ്റിട്ട് പൗലോസും ബർന്നബാസും ഈ തീത്തോസും കൂടി ചെല്ലുന്നുണ്ടപ്പോൾ പറഞ്ഞു, പറ്റില്ല, തീത്തോസിനെയും പരിച്ഛേദന ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്നവരൊക്കെ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽപ്പിക്കണം. ഇതാണ് വേറെ ഒരു സുവിശേഷം. അല്ലാതെ ഈ ഇന്നത്തെ ഈ സഭകളെല്ലാം പറയുന്ന മാതിരി വേറെ എവിടുന്നോ പൊട്ടിമുളച്ചോന്നൊരു കാര്യമൊന്നുമല്ല ഈ വേറൊരു സുവിശേഷം. പൗലോസ് പറഞ്ഞ വേറൊരു സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് യെരൂശലേമിലെ സഭയുടെ സുവിശേഷം പൗലോസിന്റെ സഭയുടെ ഉള്ളിലേക്ക് കുത്തിത്തിരിക്കാൻ നോക്കിയതാണ്. ഈ സുവിശേഷത്തിനെതിരെയാണ് പൗലോസ് വളരെ ശക്തമായിട്ട് വാദിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് ആ കൗൺസിൽ അവിടെ വെച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ 12 അപ്പോസ്തലന്മാർക്ക് ഒന്ന് ബോധ്യം വന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, നമുക്കും നമ്മുടെ പൂർവികന്മാർക്കും ചുമക്കാൻ കഴിയാത്ത ഈ വലിയ ചുമടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്ന വലിയ ചുമട്, അതിന് ജാതികളുടെ തലയിലും കൂടി കെട്ടി വെക്കണ്ട. പത്രോസ് ഒരു തീരുമാനം എടുക്കുകയാണ്, ജാതികളുടെ തലയിലും കൂടി കെട്ടി വെക്കണ്ട. യാക്കോബും ഒക്കെ കൂടി തീരുമാനം എടുത്തത് എന്താണെന്നൊരു തീരുമാനം എടുത്തത് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവർ ഇത്രയും ചെയ്യട്ടെ. എത്രയും 4 കാര്യങ്ങൾ ചെയ്യട്ടെ. എന്തൊക്കെയാണ്? ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടി ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ദപൂർവ്വം പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പഠനപൂർവ്വം അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ 4 കാര്യം എന്താ? ഇത് പറഞ്ഞു കൊടുത്ത ആരാ? ഇത് മാത്രം ചെയ്യട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത ആരാ? യാക്കോ. യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ നേതൃത്വം, അല്ലെങ്കിൽ അതിൻ്റെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന യാക്കോബാണ് അവസാനം വിധി കൽപ്പിക്കുന്നത്. എന്ത് വിധി കൽപ്പിക്കുന്നത്? എന്താണ്? വിഗ്രഹമാലിന്യം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം, ഇങ്ങനെ ഒരു 3-4 കാര്യം. ഇതൊക്കെ ഇവിടുത്തെ കൽപ്പനയാന്നേ. ഇത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയെ ഒന്ന് ലഘൂകരിച്ചു എന്ന് മാത്രം. ഒന്ന് ലഘൂകരിച്ചിട്ട് ഇത് എഴുതിയിട്ട് ശീലാസിനെയും ഒക്കെ പറഞ്ഞ് പത്രോസിൻ്റെ കൂടെ അന്ത്യോക്യയിലേക്ക് പറഞ്ഞു വിട്ടു. ഈ യാത്രയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചതായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പത്രോസിൻ്റെ അടുക്കൽ പോയത്. ഞാൻ ഓടുന്നതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ, ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോയതെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ ഓടുന്നതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം എന്താണെന്ന് ആരെ ധരിപ്പിക്കണം? പത്രോസിനെയൊക്കെ ധരിപ്പിക്കാനാണ് ഞാൻ പോയത്. അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അവിടെ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജാതിയുടെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞ് അവരെ കൂട്ടായ്മയുടെ വലം കൈ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്കൊന്ന് വിധിക്കാമോ? നിങ്ങളൊന്ന് ചിന്തിക്കുമോ? പൗലോസ് പറഞ്ഞു, ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി പോകണമല്ലോ. ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. 6-7 വാക്യം. ഞാൻ ഇത്രയും പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വായിക്കുക. ക്രിസ്തുവിൻ്റെ കൃപയാൽ, 1-ാം അധ്യായത്തിൻ്റെ 6-7 ഗലാത്യ ലേഖനം.
ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ വേറൊരു സുവിശേഷം ഏതാന്ന്? ഏതാ വേറെ സുവിശേഷം? നിങ്ങൾ ഒന്നിച്ച് പറഞ്ഞേ. വേറെ സുവിശേഷം ഏതാ? മോശയുടെ ന്യായപ്രമാണത്തോട് കൂടെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സുവിശേഷം. അത് 12 അപ്പോസ്തലന്മാർ ഉപദേശിച്ചതാണ്. കർത്താവ് അവരോട് ചെയ്യാൻ പറഞ്ഞതാണ്. അവർ തെറ്റായി ചെയ്തതല്ല, അവർക്ക് അബദ്ധം പറ്റിയതുമല്ല. അത് പദ്ധതി വേറെയാ. അത് യഹൂദനെന്നുള്ളായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ്. അവർ ന്യായപ്രമാണം ഫോളോ ചെയ്യണം, അവരത് അത് ചെയ്യണം. എന്നാൽ ഇതേ ആൾക്കാർ ഇപ്പോൾ പിന്നെ അന്ത്യോക്യയിലെ സഭയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുപോലെയാണ് ഈ ഗലാത്യ സഭയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞത്, അങ്ങനെ ചെയ്താലൊന്നും ശരിയാവില്ല, നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കണം. അനുസരിച്ചല്ല. അതാ ഈ വേറെ സുവിശേഷം. ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തോട് കൂടിയ ക്രിസ്തീയ വിശ്വാസമാണ്. അത് കർത്താവ് പഠിപ്പിച്ചതാണ്, 12 അപ്പോസ്തലന്മാരോട് ചെയ്യാൻ പറഞ്ഞാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതേ കാര്യം പറഞ്ഞിട്ട് നോക്കിയേ, ഈ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ പറയുന്ന നോക്കിയേ. ഇത് ജഡത്തിലുള്ള ക്രിസ്തുവിനെ അല്ല ഇവർ പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കർത്താവ് പിന്നെ അപ്പോസ്തലന്മാരൊക്കെയും പ്രസംഗിച്ച് 12 അപ്പോസ്തലന്മാരെ ഏത് ക്രിസ്തുവിനെ പ്രസംഗിച്ചേ? ജഡത്തിലുള്ള ക്രിസ്തുവിനെയാണ്. നിങ്ങൾക്കറിയാമോ? എന്ന് പറഞ്ഞാൽ ജഡത്തിലുള്ള ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ച് നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത് ന്യായപ്രമാണത്തിന് കീഴല്ലേ? അല്ലേ? റോമാലേഖനം 15 അധ്യായം 8 വാക്യം അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറയാം. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി. കർത്താവ് വന്നത് ന്യായപ്രമാണത്തിന് കീഴാണ്. കർത്താവ് ചെയ്തത് ന്യായപ്രമാണമാണ്. കർത്താവ് അനുസരിച്ച് ന്യായപ്രമാണമാണ്. കർത്താവ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റതാ. കർത്താവ് ഉപദേശിച്ചത് ന്യായപ്രമാണമാണ്. 3.5 വർഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെ 4 സുവിശേഷങ്ങളിലെയും ഉപദേശം ന്യായപ്രമാണമാണ്. കർത്താവിൻ്റെ ഉപദേശം ന്യായപ്രമാണമാണ്. ആ കർത്താവ് പഠിപ്പിച്ചത് പഠിപ്പിക്കാനാണ് 12 അപ്പോസ്തലന്മാർ പറഞ്ഞുള്ളൂ. അല്ലാതെ അവർക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാനൊന്നും പറ്റില്ല. പൗലോസിന് ഈ കൃപയുടെ സുവിശേഷം കൊടുത്തമാതിരി നേരിട്ട് വന്ന് വേറൊരു പുതിയ സുവിശേഷമൊന്നും കർത്താവ് 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്തില്ല. കർത്താവുകളുടെ കൂടെ നടന്നപ്പോൾ എന്താ പഠിപ്പിച്ചത് അത് പഠിപ്പിക്കാൻ അവരോട് പറഞ്ഞു. അവരതാ പഠിപ്പിച്ചത്. അതുകൊണ്ട് യഹൂദിയയിലെ അല്ലെങ്കിൽ യെരുശലേമിലെ ക്രിസ്ത്യാനികൾ ആയിരിക്കുന്നവരെല്ലാവരും വിചാരിച്ചു ഇതെല്ലാവരും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഇവിടെ വേറൊരു പുതിയ പദ്ധതി ആരംഭിക്കുന്നു. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ചൊരു പുതിയ പദ്ധതി ആരംഭിക്കുന്നു എന്ന് യെരുശലേമിലെ സഭയ്ക്ക് അറിയില്ല എന്നേ. അപ്പം അതുകൊണ്ട് യെരുശലേമിലെ സഭ പഠിപ്പിച്ചത് ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ, എന്ന് പറഞ്ഞാൽ 3.5 വർഷം ജീവിച്ചിരുന്ന് ഉപദേശവും പ്രമാണങ്ങളും പഠിപ്പിച്ച, കൽപ്പനകൾ കൊടുത്ത, നിർദ്ദേശങ്ങൾ കൊടുത്ത ആ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ആയിരുന്നു അവര് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും. അല്ലേ? അവർ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും. ഞാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കേട്ടതുമായിരിക്കുന്ന ജീവന്റെ വചനം സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതുന്നത്. അങ്ങനെയല്ലേ അറിയുന്നത്? എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസംഗം 3.5 വർഷം അവരാരുടെ കൂടെ നടന്ന് കേട്ടും കണ്ടും അറിഞ്ഞും അനുഭവിച്ചുവോ ആ ജഡപ്രകാരമുള്ള ക്രിസ്തു അവരുടെ പ്രസംഗ വിഷയം, അവരുടെ ഉപദേശം. 1 യോഹന്നാൻ 4-ാം അധ്യായം 2-3. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താ? യേശുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് മാത്രമാണ് ദൈവത്തിന് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസംഗ വിഷയം 3.5 വർഷം ജനിച്ച് ജീവിച്ച് ഉപദേശങ്ങൾ പഠിപ്പിച്ചതായിരിക്കുന്ന ആ ജഡപ്രകാരമുള്ള ക്രിസ്തു. അറിയാമോ? എന്നാ പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? പൗലോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആരെ അറിയില്ല എന്ന്? ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കണ്ടോ? 2 വ്യത്യാസം നിങ്ങൾ കണ്ടോ? അതെ, ന്യൂമെൻ. നോക്കിയേ, വായിച്ചു നോക്കിയേ 2 കൊരിന്ത്യർ ലേഖനം. ഞങ്ങൾ ഈ പൗലോസും പത്രോസും യോഹന്നാനും ഒന്നും പറയുന്നതായിരിക്കുന്ന ആ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞങ്ങൾക്കത് വേണ്ട. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നോക്കിയേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ നോക്കിയേ, 14 മുതലുള്ള വാക്യം.
ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശം ഞാൻ പറഞ്ഞുതരാം. ജീവനോടെ ഇരുന്നതായിരിക്കുന്ന ക്രിസ്തു അല്ല ഞങ്ങളുടെ വിഷയം. ജീവനോടെ ഉപദേശങ്ങൾ പഠിപ്പിച്ച ക്രിസ്തു അല്ല വിഷയം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇനി ഞങ്ങളും ആ വിധത്തിലാണ് ഞങ്ങൾ എണ്ണുന്നത്. അത് ഞാനിപ്പോൾ ഗലാത്യലേഖനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞങ്ങളിനി ആ ജഡപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ഉപദേശവും പഠിപ്പിക്കലും ഞങ്ങൾക്കില്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് എന്താ വായിക്കുന്നത്? ആകയാൽ 16 വാക്യം 2 Corinthians 5:16. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. 17 വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 12 അപ്പോസ്തലന്മാര് ഏത് ക്രിസ്തുവിനെ പ്രസംഗിച്ചേ? ഞാൻ നിങ്ങളോട് പിന്നെയും ചോദിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 12 അപ്പോസ്തലന്മാർ ജഡപ്രകാരമുള്ള ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവനൊക്കെ കള്ളൻ ആകുന്നു. യോഹന്നാൻ പറഞ്ഞെന്താ? ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത് ജഡപ്രകാരമുള്ള ക്രിസ്തു. അവരുടെ വിഷയം പ്രസംഗം അതാ. പൗലോസിനോട് പറഞ്ഞെന്താ? ഞങ്ങൾ ക്രിസ്തുവിനെ ഇനി ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കാരണം മരിച്ചുയർത്തെഴുന്നേറ്റ പുതിയ സൃഷ്ടിയിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആ 3.5 കൊല്ലം യെരുശലേമിൽ ജീവിച്ച് ഉപദേശം പറഞ്ഞ ക്രിസ്തു അല്ല ഞങ്ങളുടെ പ്രസംഗ വിഷയം. പൗലോസിന്റെ സുവിശേഷം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്താ പൗലോസിന്റെ സുവിശേഷം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതങ്ങൾ ചെയ്ത ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ട, അടയാളങ്ങൾ ചെയ്ത ക്രിസ്തു അല്ല ഞങ്ങളുടെ പ്രസംഗ വിഷയം. ഞങ്ങളുടെ പ്രസംഗ വിഷയം വെള്ളത്തിന് മീതെ നടന്ന ക്രിസ്തു അല്ല. ഉപദേശങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചതായിരിക്കുന്ന ക്രിസ്തു അല്ല. അപ്പം വികസിപ്പിച്ച ക്രിസ്തു അല്ല. അതൊന്നും അല്ല ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയേയില്ല. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നോക്കി ആ വ്യത്യാസം കണ്ട രണ്ട് സുവിശേഷത്തിൻ്റെ. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഈ സുവിശേഷത്തിന് വിരോധമായിട്ട്. ഏത് സുവിശേഷം? ഈ പറഞ്ഞ സുവിശേഷം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന സുവിശേഷം. അതിന് വിരോധമായിട്ട് ആര് വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത്, അതിന് വിരോധമായിട്ട് വന്ന് പറഞ്ഞ സുവിശേഷം ഏതാ? 12 അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം, കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ച സുവിശേഷം. ആ സുവിശേഷം യഹൂദിയയിലെ വിശ്വാസികൾ വന്ന് ഗലാത്യയിലെ സഭയിൽ പറഞ്ഞു. ഈ പറഞ്ഞതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കിയേ, നിങ്ങൾ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഗലാത്യലേഖനം 5-ാം അധ്യായം. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു തീർക്കാം. അവിടെ നോക്കിയേ, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, 5-ാം അധ്യായം 2-ാം വാക്യം. ഗലാത്യലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, അപ്പോൾ ആ വേറൊരു സുവിശേഷം എന്താണെന്ന് ഇവിടെ വ്യക്തമല്ലേ? നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഇതാ വേറൊരു സുവിശേഷത്തെക്കുറിച്ച് ഇത്ര കർക്കശമായിട്ട് പൗലോസ് പറഞ്ഞ, ശാപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ പൗലോസിന് ആ വാക്ക് ഉപയോഗിക്കാമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. സഹിക്കാൻ പറ്റാൻ കേട്ടാ. പൗലോസിന്റെ സത്യസുവിശേഷത്തെ മറിച്ച് കളയുന്നതായിരിക്കുന്ന ദുരുപദേശത്തിനെതിരെ അത്ര ശക്തമായിട്ട് പറയാം, ശപിക്കപ്പെട്ടവൻ. ഇവിടെ പറയാണ്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർത്തടുത്ത് കളഞ്ഞു. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തി അല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പരിച്ഛേദന കേൾക്കാനും ന്യായപ്രമാണം അനുസരിക്കാനും നിങ്ങളെ ഉപദേശിക്കുന്ന ആ ഉപദേശം നിങ്ങളെ വിളിച്ച ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല, നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തി അല്ല.
ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ വ്യക്തമാക്കി തരണ്ടേ? പിന്നെ ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് താഴത്തെ വാക്യം പറയാണ്, എന്നാൽ നിങ്ങളെ കലക്കുന്നവനാരായിരുന്നാലും ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? യെരുശലേമിലെ സഭയിലെ വിശ്വാസികളെ കുറിച്ച്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങളെ കലക്കി കളയുന്നവൻ ആരാണെങ്കിലും അവൻ ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞത് 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കുന്ന ന്യായപ്രമാണവാദികളെ കുറിച്ച്. ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞാൽ ചുമക്കും. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നത്തെ സഭകളുടെ ഉപദേശം അനുസരിച്ച് കർത്താവ് ഉപദേശിച്ചത് നമുക്ക്, 12 അപ്പോസ്തലന്മാരും പറഞ്ഞത് നമുക്ക്, ബൈബിളിൻ്റെ 66 പുസ്തകം നമുക്ക് പ്രമാണത്തോട് ചേർന്ന ക്രിസ്തീയ വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രം നമ്മുടെ വിശ്വാസം. ഇവിടെ കർത്താവിൻ്റെ 3 വർഷത്തെ ഉപദേശം അല്ല നമ്മുടെ വിശ്വാസം. എന്നിട്ട് അവിടെ താഴേക്ക് പറയാണ്, അതിൻ്റെ 12-ാം വാക്യം നോക്കിയേ. 12-ാം വാക്യം, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ, 5-ാം അധ്യായം 12-ാം വാക്യം, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തു കൊണ്ടാൽ. പൗലോസിന് ഇതിക്കുള്ള ഏതാ കടുത്ത വാക്ക് ഉപയോഗിക്കാനുണ്ടോ? ഏതാ? നിങ്ങളെ കലഹിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് കലഹിപ്പിക്കുന്നത്? കൈ കൊണ്ടും കാലുകൊണ്ടും അല്ല, നാവ് കൊണ്ടാണ്, അല്ലേ? ഏതാ? ദുരുപദേശം പറഞ്ഞ് പഠിപ്പിക്കുക. അവരാ നാവങ്ങ് മുറിച്ച് കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്നായി പറഞ്ഞേ. കൊള്ളായിരുന്നു. അത്രത്തോളം പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് പൗലോസിന് 100% ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. നോക്കിയേ, അതിൻ്റെ തന്നെ ആ ഗലാത്യലേഖനം തന്നെ നോക്കിയേ, അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. അപ്പം എവിടെയാണ് വീണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ? അവരെ തെറ്റായ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേറൊരു സുവിശേഷം പറഞ്ഞ് മറച്ച് കളഞ്ഞ ആ സുവിശേഷം എന്താണെന്ന് ഇതിന്ന് മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയാൽ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ വരച്ച് കിട്ടിയിരിക്കുക. പൗലോസിന്റെ പ്രസംഗം എന്തായിരുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എന്നിട്ട് പൗലോസ് ഗലാത്യരോട് പറയാം, മറിഞ്ഞു പോയ, ന്യായപ്രമാണത്തിലേക്ക് വീണു പോയവരെ നോക്കിയിട്ട് പറയുക, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഇതൊന്നു മാത്രം ഞാൻ നിങ്ങളോട് അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്, താഴേക്ക് വായിച്ചാൽ അറിയാമല്ലോ, അല്ലേ? നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചിട്ടിരിക്കുന്ന നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? അവരോട് ചോദിക്കുക, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ഗലാത്യരോട് ചോദിക്കുക. കാരണം യെരുശലേമിലെ ഉപദേശത്തിലേക്ക് വീണുപോയതിൻ്റെ പേരിലാണ് ഈ പറയുന്നത്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഇത് ആരംഭിച്ച സഭയിലുള്ളവരാണ് ഈ ഗലാത്യരെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനെതിരെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഈ അന്ത്യോക്യയിലെ സഭയിൽ കലഹം ഉണ്ടാക്കിയത് ഇവരാ. ഈ കൊരിന്ത്യ സഭയിൽ കലഹമുണ്ടാക്കി, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരും കേഫാവിൻ്റെ പക്ഷക്കാരും അപ്പലോസിൻ്റെ പക്ഷക്കാരും പൗലോസിൻ്റെ പക്ഷക്കാരും ആക്കി ഈ കൊരിന്ത്യ സഭയിൽ ഭിന്നത ഉണ്ടാക്കിയത് ഒക്കെ ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആരംഭിച്ച യെരുശലേമിലെ സഭയിലുള്ളവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ബുദ്ധി എന്താണ് വായിക്കുന്നത്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചതോ? വെറുതെ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം, പൗലോസ് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് വേറൊരുത്തൻ വന്ന് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷം എന്താണെന്ന് പറഞ്ഞു, അല്ലേ? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് സുവിശേഷം എന്താ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കറക്റ്റ് ആ സുവിശേഷം തന്നെ പറയുന്നില്ല. ഗലാത്യ 1-5 അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? നിങ്ങൾ കേട്ടതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ പിടിച്ചുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. 3.5 വർഷം യെരുശലേം വീഥികളിൽ പഠിപ്പിച്ച ക്രിസ്തു ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. അവിടെ പഠിപ്പിച്ച ഉപദേശവും ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. കർത്താവ് 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞത് എന്താ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിക്കണം. ഏതാ? 3.5 വർഷം പഠിപ്പിച്ചതേ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിക്കണം. ഇവിടെ പൗലോസ് പറയാണ്, ആ ഉപദേശം ഞങ്ങളുടെ അല്ല,
ആ ക്രിസ്തുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന, ജഡപ്രകാരമുള്ള ക്രിസ്തു അല്ല ഞങ്ങളുടെ ക്രിസ്തു. എത്ര വ്യക്തമാണ്! ഇതിൽ കൂടുതലൊക്കെ ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് എനിക്കറിയില്ല. ഗലാത്യ ലേഖനം 2:16 വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഒരു ജഡവും. അപ്പൊ ഈ വേറൊരു സുവിശേഷം എന്താ? ന്യായപ്രമാണത്തിന്റെ സുവിശേഷം. അതാരാ പഠിപ്പിച്ചേ? യെരുശലേമിലെ വിശ്വാസികൾ 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരായി പഠിപ്പിച്ചേ. ഇതാണ് വേറെ സുവിശേഷം. എന്നാൽ അപ്പൊ സത്യസുവിശേഷം അതാ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷം. ഇതൊന്ന് പറഞ്ഞ് ധരിപ്പിക്കാനും പൗലോസിലൂടെയാണ് കൃപായുഗം ആരംഭിച്ചതെന്ന് ബോധ്യപ്പെടുത്താനും ഞങ്ങളാകും വിധത്തിൽ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇത് പല വിധത്തിൽ, ആ വിധത്തിൽ ഈ വിധത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളിരിക്കുന്നു. നമ്മുടെ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനാണ്. നമ്മളുടെ കൃപായുഗം ആരംഭിച്ചത് യെരുശലേമിൽ നിന്നല്ല, അത് പെന്തക്കോസ്ത് ദിനത്തിലും അല്ല. പൗലോസിനെ വിളിച്ചതിന് ശേഷം പൗലോസിലൂടെ കിട്ടിയ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് കൊടുത്ത വെളിപ്പാടും സുവിശേഷവുമാണ് രക്ഷയുടെ സുവിശേഷം, കൃപായുഗ സുവിശേഷം. എൻ്റെ ദൈവം നിങ്ങളെ അവരെയും സഹായിക്കട്ടെ. ക്ഷമയോടെ കേട്ടതിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു.